അടുത്തകാലത്ത് സെലിബ്രിറ്റീസ് വഴി വളരെ പോപ്പുലറായൊരു ഡയറ്റ് പ്ലാനാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. ഈ വീഡിയോയിൽ സമീപകാല ഗവേഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നു. എന്താണ് ഇൻഫ്ലമേഷൻ? ഇൻഫ്ലമേഷൻ യഥാർത്ഥത്തിൽ ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ്. പരിക്ക് അല്ലെങ്കിൽ അണുബാധ തുടങ്ങിയവയോടുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണമായിട്ടാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. ഈ അക്യൂട്ട് ഇൻഫ്ലമേഷൻ നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എന്നാൽ ഇൻഫ്ലമേഷൻ ക്രോണിക് ആകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇത് ഹൃദയരോഗം, ക്യാൻസർ, ആർത്രൈറ്റിസ്, അൽഷിമേഴ്സ്, വിഷാദം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകും. ഭക്ഷണരീതിയിൽ മാറ്റം വരുത്തുന്നതുവഴി ഇൻഫ്ലമേഷൻ കുറക്കാൻ സാധിക്കുമോ എന്നത് സംബന്ധിച്ചു ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആന്റിയോക്സിഡന്റുകൾ, നാരുകൾ, ആരോഗ്യകരമായ കൊഴുപ്പ് എന്നിവയാൽ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു മാജിക് ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുപകരം ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പോഷകസമൃദ്ധമായ വിവിധ ഭക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിന് വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ തടയുന്നതിനുള്ള മികച്ച സംരക്ഷണം നൽകുന്നു. 2024 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വ്യത്യസ്ത ഭക്ഷണരീതികൾ ഇൻഫ്ലമേഷനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഗവേഷകർ അന്വേഷിച്ചു. പഴങ്ങൾ, പച്ചക്കറികൾ, ഹോൾ ഗ്രെയിൻസ്, ഫാറ്റി ഫിഷ്, നട്ട്സ് എന്നിവയിൽ സമ്പന്നമായ ഭക്ഷണക്രമം റിയാക്റ്റീവ് പ്രോട്ടീൻ CRP പോലുള്ള കുറഞ്ഞ ഇൻഫ്ലമേഷൻ മാർക്കറുകൾക്ക് സഹായകമാണെന്ന് പഠനം കണ്ടെത്തി. ഇത് ഹൃദയരോഗം, ടൈപ്പ് 2 പ്രമേഹം, പൊണ്ണത്തടി തുടങ്ങിയ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാര, പൂരിത കൊഴുപ്പ് എന്നിവ കൂടുതലുള്ള പാശ്ചാത്യ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ ഉയർന്ന തോതിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പഠനം എടുത്തുകാണിക്കുന്നു. ഇതിനു വിപരീതമായി പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മെഡിറ്ററേനിയൻ ഭക്ഷണക്രമങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങളെയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ അനുബന്ധ അപകടസാധ്യതയെയും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇലക്കറികൾ, തക്കാളി എന്നിവ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ കൂടുതലുള്ളവ. ആരോഗ്യകരമായ കൊഴുപ്പുകളും അത്യാവശ്യമാണ്. ഒലീവ് ഓയിൽ, അവോക്കാഡോ, ആൽമണ്ട്, വാൽനട്ട് എന്നിവ സഹായിക്കും. കൂടാതെ ഒമേഗ-3 ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമായ മത്തി പോലുള്ള മത്സ്യങ്ങൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിൽ പ്രത്യേകിച്ച് ഗുണം ചെയ്യും. സുഗന്ധവ്യഞ്ജനങ്ങളും ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ഇൻഫ്ലമേഷൻ തടയുന്ന ഗുണങ്ങൾക്ക് പേരുകേട്ട മഞ്ഞൾ, ഇഞ്ചി എന്നിവയുടെ ഉപയോഗത്തെ ഗവേഷണം പിന്തുണയ്ക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റ് പോലും ഇൻഫ്ലമേഷൻ തടയുന്നതിനുള്ള സംരക്ഷണ ഫലങ്ങളുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ. ചില ഭക്ഷണങ്ങൾ വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അവ പരിമിതപ്പെടുത്തണം. ധാരാളം പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ, സംസ്കരിച്ച മാംസം, വറുത്ത ഭക്ഷണങ്ങൾ, അമിതമായ മദ്യം എന്നിവയെല്ലാം ഇൻഫ്ലമേഷനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് മാത്രമല്ല, വ്യായാമം, മതിയായ ഉറക്കം എന്നിവ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിലും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു. The research is clear. A balanced diet can make a significant difference in your health. So why wait? Start making those small positive changes today.